ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون. ذنوبي كموج البحر بل هي أكثر كمثل الجبال الشم بل هي أكبر ولكنها عند الكريم إذا عفا جنحوا من البغوض بل هي أصغر. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا رسول الله. صاحب الوقت جبهتي تحت نعالكم أعظ بحكم نيابة عنكم. പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികളെ, മഹത്തായ മൻഹജുസ് തസ്ഖിയത്തുൽ ഇസ്ലാമിയ എന്ന വടോമ്പറ്റയിലെ മഹത്തായ സ്ഥാപനത്തിന്റെ കമ്മിറ്റി ഭാരവാഹികൾ, ഇവിടെ പഠിക്കുന്ന കർലിന്റെ കഷ്ണങ്ങളായ മുതഅല്ലിമുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഇതെല്ലാം സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. സ്വലാത്ത് എന്നത് ഇഹ പര വിജയത്തിന്റെ നിദാനമാണ്. മറ്റുള്ള ഇബാദത്തുകൾ ഫർളും സുന്നത്തുമായി നമ്മോട് നിർവഹിക്കാൻ പറഞ്ഞ പരിശുദ്ധ ഇസ്ലാം സ്വലാത്ത് നിർവഹിക്കാൻ നിർദ്ദേശിക്കുകയും മറ്റുള്ള അമലുകൾക്കൊന്നുമില്ലാത്ത വലിയ പ്രതിഫലം അല്ലാഹുവിങ്കിൽ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓഫർ നൽകുകയും ചെയ്തിരിക്കുകയാണ്. സ്വലാത്ത് എന്നതിന് നാം സാധാരണയായി ചൊല്ലിവരുന്ന ആ വാക്ക് ഉച്ചരിക്കുക എന്ന അർത്ഥവും പദങ്ങൾ ചൊല്ലുക എന്ന അർത്ഥവും അതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തനങ്ങളും ബഹുമാനങ്ങൾ, അവിടുത്തെ അവദാനങ്ങൾ പാടിപ്പറയലും
അവിടുത്തെ സ്നേഹിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ചെയ്യുന്ന എല്ലാ ദീനിന്റെ ഖിദ്മത്തും, പ്രത്യേകിച്ച് അവിടുത്തെ ബഹുമാനങ്ങൾ പാടി പറയുന്നതും കേൾക്കുന്നതും എല്ലാം സ്വലാത്തിന്റെ ഭാഗമാണ്. ഈ മാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഹ്ലു ബൈത്തിൽ വിലായത്ത് കൊണ്ടും ദറജാത്തുകളെ കൊണ്ടും മഅരിഫത്ത് കൊണ്ടും ഏറ്റവും വലിയ സ്ഥാനം കൈവരിച്ചവരുടെ, ഏറ്റവും വലിയ ദറജ പ്രാപിച്ചവരുടെയും നേതാവായ സയ്യിദും ഗൗസും ഖുതുബും ആയിരുന്ന ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവിടുത്തെ ആണ്ടിന്റെ മാസവും ദിവസവുമാണ്. റബീഉൽ ആഖിർ 11 രാവ് ബഹുമാനപ്പെട്ടവർ അഹ്ലു ബൈത്തിൽ പിറന്ന സയ്യിദായി വളർന്നു ഖുതുബുൽ അഖ്താബ് എന്ന സ്ഥാനം കൈവരിച്ച് ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും സന്മാർഗത്തിന്റെ നൂറ് വിതരണം ചെയ്യുകയും തൗഫീഖ് ഉള്ളവരൊക്കെ അത് സ്വീകരിക്കുകയും എല്ലാവർക്കും ആ നൂറ് ലഭിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുകയും ഈമാൻ ഹിദായത്തിന്റെ സരണിയിൽ ഉള്ളവർക്ക് ആത്മീയമായ വലിയ വളർച്ച ലഭിക്കാൻ അവിടുന്ന് പ്രത്യേകം പരിശുദ്ധ ഇസ്ലാമിന്റെ അടിത്തറകൾ നിലനിർത്തി അല്ലാഹു തആല പഠിപ്പിച്ച ദിക്റുകളും ഇബാദത്തിന്റെ പല വചനങ്ങളും ഒരുമിച്ച് കൂട്ടി പ്രത്യേകമായ ഖാദിരിയ ത്വരീഖത്ത് എന്ന ഒരു സരണി പിൻതലമുറയിലുള്ളവർക്ക് കൈമാറി നൽകുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജീവിച്ചിരിക്കുന്ന മശായിഖുകളും വഫാത്തായി പോയ മഹാന്മാരിൽ നാം അനുസ്മരിക്കുന്ന പലരും, അധികവും മഹാന്മാരും ഖാദിരിയ ത്വരീഖത്തിന്റെ മക്കളും മുരീദന്മാരുമാണ്. ഹിജറ വർഷം 480 ജനിക്കുകയും 561 വഫാത്താകുകയും ചെയ്ത് 91 വയസ്സ് ജീവിച്ച മഹാനാണ് മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ മുത്തഅല്ലിമീങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കണം. ഇതൊരു പഠനം എന്ന നിലക്കാണ് പറയുന്നത്. അത് നമുക്ക് ഒരുപാട് പറയാലോ. നിങ്ങൾ പഠിക്കണം, എല്ലാവരും ഓൺലൈനിലൂടെ കേൾക്കുന്നവരും പഠിക്കണം, ഉമ്മമാരും ശ്രദ്ധിക്കണം. ഖുത്ബുൽ അഖ്താബ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ അന്ന് ജീലാനി പട്ടണത്തിൽ ഇറാഖിൽ ജീവിച്ചിരിക്കുന്ന വലിയ മഹാന്മാർ അവിടുന്ന് ജന്മം എടുക്കുന്ന സന്തോഷ വാർത്ത കാലെ കൂട്ടി അറിയുകയും അത് ജനങ്ങളോട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അബൂബക്കർ ഇബ്നു ഹവാർ റളിയല്ലാഹു അൻഹു അക്കാലത്തെ വലിയൊരു മഹാനും വിലായത്തിന്റെ വലിയ അങ്ങേയറ്റമെത്തിയ ഒരു സൂഫി വര്യനുമായ മഹാനാണ്, ഏറ്റവും വലിയ മഹാൻ. ബഹുമാനപ്പെട്ടവർ ഒരു ദിവസം അവിടുത്തെ ശിഷ്യന്മാരായ സൂഫിയാക്കൾക്ക്, മഹാത്മാർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, سوف يظهر بالعراق رجل من العجم عالي المنزلة عند الله اسمه عبد القادر. ഇറാഖിൽ തൊട്ട് പിന്നിൽ തന്നെയായി അനർഭിയായ വലിയ സ്ഥാനമുള്ള ഒരു പുരുഷൻ, ഒരു കുഞ്ഞ് ജനിക്കാനിരിക്കും.
ആലിൽ മൻസിലത്തി ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അരികിൽ വലിയ സ്ഥാനമുള്ള ഒരു കുട്ടിയാണ്. ഇസ്മുഹു അബ്ദുൽ ഖാദിർ. അബ്ദുൽ ഖാദിർ എന്നായിരിക്കും ആ കുട്ടിയുടെ പേര്. ജനിക്കുന്നതിന്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്. അങ്ങനെ ആ കുഞ്ഞ് വളർന്നു വസക്കന ബഗ്ദാദ, ബഗ്ദാദിൽ വന്ന് താമസിച്ചു വളർന്നു പോയപ്പോരു പറയുന്ന അവസ്ഥ വരും, ഖദമീ ഹാദിഹി അലാ റഖബതി കുല്ലി വലിയ്യിൻ ലില്ലാഹ്. അല്ലാഹുവിന്റെ എല്ലാ ഔലിയാഇന്റെയും മുതുകിലാണ് എന്റെ ഈ കാല് പാദമുള്ളതെന്ന് അല്ലാഹുവിന്റെ ഓർഡർ പ്രകാരം അവിടുന്ന് പറയും. ഖദ് ഖുൽത ബിൽ ഇദ്നി മിൻ മൗലാക മുഅ്തമിറാ ഖദമി അലാ റഖബതിൽ ഔലിയാഇ തുറാ. ഖുതുബുൽ അഖ്താബ് തങ്ങൾ പറഞ്ഞ വാചകമാണ് ആ ഖുതുബിയ്യത്തിൽ ഉദ്ധരിക്കുന്നത്. ആ വാക്ക് പറയുമ്പോൾ അക്കാലത്തുള്ള എല്ലാ ഔലിയാക്കളും തലതാഴ്ത്തി കൊടുത്ത് സമ്മതിക്കുമെന്ന് വരെ ഖുതുബുൽ അഖ്താബ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹു തങ്ങൾ ജനിക്കുന്നതിന്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ബഗ്ദാദിൽ വെച്ച് അബൂബക്കർ ഇബ്നുൽ ഹവാർ തങ്ങൾ പ്രഖ്യാപിക്കുന്നു. തീർന്നില്ല, മസ്ലമത്ത് ബിൻ സറൂജി റളിയല്ലാഹു അൻഹു അക്കാലത്തുള്ള മറ്റൊരു വലിയ മഹാനും ഖുതുബുമാണ്. വലിയ ഒരു വലിയാണ്, പണ്ഡിതനാണ്, മേലാൽ വരുന്ന വിഷയങ്ങളൊക്കെ പറയുന്നവരാണ്. കാലയെ കൂട്ടി അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇൽമുകൾ പലരും അത് അവർ പറയാറുണ്ട്. കൂട്ടത്തിൽ ഒരു ദിവസം ഒരാൾ സദസ്സിൽ നിന്ന് ചോദിച്ചു, അനിൽ ഖുതുബി, ഇപ്പോൾ ഉള്ള ഖുതുബ് ആരാണ്? മൻ ഹുവ, ആരാണ് ഇപ്പോൾ ഉള്ള ഖുതുബ്? ഔലിയാക്കളുടെ വലിയൊരു ദർജയാണത്. ബഹുമാനപ്പെട്ട മസ്ലമത്ത് ബിൻ സറൂജ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഹുവൽ ആന ബിമക്ക, ഇക്കാലത്തെ ഖുതുബ് മക്കയിലാണുള്ളത്. ലാ യഅരിഫുഹു ഇല്ല സ്വാലിഹൂൻ, അവര് അതാ ഒളിഞ്ഞിരിക്കുകയാണ്, മറഞ്ഞിരിക്കുന്ന പ്രകൃതിയാണ്. അവർക്കുള്ള ഓർഡർ അങ്ങനെയാണ്. സ്വാലിഹീങ്ങളായ മഹാന്മാർക്ക് അവരെ അറിയുകയുള്ളൂ, അല്ലാത്തവരൊന്നും അവരെ അറിയില്ല. എന്നിട്ട് ഉടനെ പറയുന്നു, സയദ്ഹറൂന വഅശാറ ഇലാ ജിഹത്തിൽ ഇറാഖ്, ഇറാഖിന്റെ ഭാഗത്തേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, സയദ്ഹറൂന, ഇവിടെ വെളിവാകാനുണ്ട്. ഫതൻ അഅജമിയൻ ശരീഫ്, അനർബിയായ ഷരീഫായ അഥവാ സയ്യിദായ ഒരു യുവാവ് ഇറാഖിൽ ജനിക്കാനിരിക്കുന്നു. യുസമ്മ അബ്ദുൽ ഖാദിർ. അബ്ദുൽ ഖാദിർ എന്നാണ് കുട്ടിയുടെ പേര് പറയാ. വലിയ അത്ഭുതങ്ങളും കറാമത്തുകളും ഒക്കെ കാണിച്ച് വലിയ സ്ഥാനത്തെത്തും. വഹുവ ഖുതുബു വഖ്തിഹി വഗൗസു സമാനിഹി, അക്കാലത്തുള്ള ഖുതുബും ഗൗസും ആ അബ്ദുൽ ഖാദിർ ആയിരിക്കും കേട്ടോ. ഇമാം മസ്ലമത്ത് ബിൻ സറൂജ് റഹിമഹുല്ലാഹ് അവിടുന്ന് കാലേ കൂട്ടി പ്രഖ്യാപിക്കുകയാണ്, ഒരു വലിയ ഖുതുബൊക്കെ ജനിക്കുമ്പോ അതിന്റെ മുമ്പ് തന്നെ കാലത്തുള്ള ഔലിയാക്കൾ അതിന് മുന്നറിയിപ്പുകൾ നൽകുമെന്നല്ലേ. ഖുതുബുൽ അഖ്താബ് ഗൗസുൽ ആലം ജീലാനി റളിയല്ലാഹു അൻഹു ജനിക്കുന്നതിന്റെ മുമ്പ് അക്കാലത്തുള്ള അഥവാ ഖുതുബുൽ അഖ്താബ് തങ്ങളെ കാലത്തിന്റെ മുമ്പ് കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ച മഹാന്മാർ മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ പറ്റി അത്ഭുതകരമായി നേരത്തെ കാലെ കൂട്ടി പ്രഖ്യാപിക്കുകയാണ്. സയ്യിദായിരിക്കും, അനർബി ആയിരിക്കും, ജനനം ഇറാഖിലായിരിക്കും, പേര് അബ്ദുൽ ഖാദിർ എന്നായിരിക്കും, വലിയ മഹാനായി വളരുമെന്നാണ്. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ഈ സംഭവങ്ങളെല്ലാം ഖലാഇദുൽ ജവാഹിർ എന്ന ഗ്രന്ഥത്തിൽ കാണാം. നമ്മുടെ ദർസിൽ ആ കിതാബുകളൊക്കെ ഉണ്ട്. മുതഅല്ലിമീങ്ങൾ എടുത്തു നോക്കി അതെല്ലാം മനസ്സിലാക്കി വെക്കണമെന്നിടക്ക് ഓർമ്മപ്പെടുത്തുന്നു. ഇനി മറ്റൊരു കാര്യം കൂടി പറയുന്നു, അന്തൽ ഹുസൈനിയ വൽ ഹസനിയ കുന്ത മഅ
أبا وأما شريفين قد اجتمعا. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പര അഹ്ലു ബൈത്തിന്റെ പരമ്പരയാണ്. ബാപ്പയുടെ പരമ്പര ബഹുമാനപ്പെട്ട സയ്യിദുനാ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു എന്നവരിലേക്കും ഉമ്മയുടെ പരമ്പര ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലേക്കും എത്തിച്ചേരുന്നു. അങ്ങനെ ബാപ്പ മുഖേന ഹസൻ പരമ്പരയും ഉമ്മ മുഖേന ഹുസൈൻ പരമ്പരയുമാണ്. അത് ഖലീഫത്തുൽ അറബിയ, നാലാമത്തെ ഖലീഫ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിലേക്ക് എത്തുന്ന പരമ്പരയാണ്. എല്ലാം അബൂ സ്വാലിഹ് റളിയല്ലാഹു അൻഹു, ഇബ്നു മൂസ ഇബ്നു ജംഗ്ദോസ്ത് ഇബ്നു അബി അബ്ദുല്ലാ ഇബ്നു യഹ്യ സായിദ് ഇബ്നു മുഹമ്മദ് ഇബ്നു ദാവൂദ് ഇബ്നു മൂസ ഇബ്നു അബ്ദുല്ലാ ഇബ്നു മൂസ ജൗനി ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു, അൽ ഹസൻ അൽ മുസന്ന അൽ ഹസൻ ഇബ്നു അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഇതാണ് പിതാവിന്റെ പരമ്പര. 12ാമത്തെ പിതാവാണ് ബഹുമാനപ്പെട്ട 13ാമത്തെ പിതാവാണ് ഹസൻ, 14 അലി റളിയല്ലാഹു അൻഹു, 15 സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നേറ്റിക്ക് അയുദ്രികുനി ളൈമുൻ വഅൻത ദഖീറതി വഉദ്ലമു ഫിദ്ദുനിയാ വഅൻത നസീരി وعار على عار الحما وهو قادر إذا ضاع في البيداء عقال بعيري يا صاحب البغداد كل ناصري يا مطلب الحاجات عبد القادر. ലോകം മുഴുവനും വാഴ്ത്തുകയാണ് അല്ലാഹുവിന്റെ ആരിഫീങ്ങളിൽ ഏറ്റവും വലിയ മഹാൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ ഉപ്പയുടെ പരമ്പരയാണ് ഞാൻ പറഞ്ഞത്. അവിടുത്തെ പിതാവിന്റെ പേര് അബൂ സ്വാലിഹ് എന്നാണ്. ഉമ്മയുടെ പേര് ഉമ്മുൽ ഖൈർ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ. ആ ഫാത്തിമ എന്ന ഉമ്മയുടെ ഉപ്പ അബ്ദുല്ലാഹി സൗമഈ ഇബ്നു അബിൽ ജമാലുദ്ദീൻ മുഹമ്മദ് ഇബ്നു മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു കമാലുദ്ദീൻ ഈസ ഇബ്നു മുഹമ്മദ് അൽ ജവാദ് ഇബ്നു അലി റിളാ റളിയല്ലാഹു അൻഹു ഇബ്നു മൂസ അൽ കാളിം റളിയല്ലാഹു അൻഹു ജഅഫർ സ്വാദിഖ് ഇബ്നു മുഹമ്മദ് അൽ ബാഖിർ ഇബ്നു സൈൻ അൽ ആബിദീൻ ഇബ്നു അൽ ഹുസൈൻ ഇബ്നു അലി ഇബ്നു അബി ത്വാലിബ് ഇലാ റസൂലില്ലാഹ്. കണ്ടോ ഉമ്മ മുഖേന ഹുസൈൻ റളിയല്ലാഹു അൻഹു. എന്നാൽ മറ്റു പല പ്രത്യേകതയും അവിടുത്തെ പിതാക്കന്മാരെ പരമ്പരക്കുണ്ട്. ഇതേ പരമ്പര മറ്റൊരു വഴിയിലൂടെ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിലേക്ക് എത്തുന്നുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ പിതാവിന്റെ ഉമ്മ ഉമ്മു സലമ എന്നവർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകനായ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. അവരെ പരമ്പരയിൽപ്പെട്ടവരാണ്. ഉമ്മു സലമ ബീവി, ആ ബീവിയുടെ മകനാണ് അബൂ സ്വാലിഹ്. അല്ല, ബഹുമാനപ്പെട്ടവരുടെ ഉമ്മയുടെ ഒപ്പം അബ്ദുല്ലാഹി സൗമഈ. അത് മുഖേന സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിലേക്ക് എത്തുകയാണ്. എന്നാൽ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളിലേക്കും എത്തുന്നുണ്ട്. അതെങ്ങനെയാണ്? ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹ്, അവരുടെ മകളാണ്, അവരുടെ പരമ്പരയിൽ വന്ന മകളാണ് ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹാ. ആ ഹഫ്സ ബീവിയുടെ ബീവിയിലേക്കാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് എന്ന ഉപ്പാപ്പയുടെ ഉമ്മ ഹഫ്സ ബീവിയാണ്. ആ ഹഫ്സ ബീവി ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ പരമ്പരയാണ്. എന്നാൽ മറ്റൊരു വിധത്തിൽ നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിലേക്കും അവിടുത്തെ പരമ്പര ചെന്നെത്തുന്നുണ്ട്. അതെങ്ങനെയാണ്? അവിടുത്തെ അബ്ദുല്ലാഹിൽ മഹദി എന്ന 9ാമത്തെ ഉപ്പാപ്പ, അവരുടെ ഉമ്മ ഫാത്തിമ എന്ന പേരുള്ള അവധിയാണ്. ഫാത്തിമയുടെ ആ ബേബിയുടെ ഉപ്പ മരണപ്പെട്ടപ്പോൾ
മറ്റൊരു അബ്ദുള്ള എന്ന ഒരു മഹാനാണ് അവരെ വിവാഹം ചെയ്തത്. ആ അബ്ദുള്ള എന്നവർ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിൽ വന്ന സയ്യിദാണ്. അതിലുണ്ടായതാണ് ആ പരമ്പര. ഇങ്ങനെ 4 ഖുലഫാഉർ റാഷിദുകളിലേക്കും ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, അബൂബക്കർ ഉമർ ഉസ്മാൻ അലി റളിയല്ലാഹു അൻഹും അങ്ങനെ വന്ന് ഇലാ ഹളറത്തി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹളറത്തിലേക്ക് വരെ ആ പരമ്പര ചെന്നെത്തുന്നു. അങ്ങനെ എല്ലാ നിലക്കും നോക്കുകയാണെങ്കിൽ മക്കളും മുഴുവനും ഔലിയ. 40-ലധികം മക്കളുണ്ടായിട്ടുണ്ട്. ചെറുപ്പത്തിലേ മരണപ്പെട്ടു പോയി ഒരുപാട് മക്കൾ, ജീവിച്ചവരും മുഴുവനും ഔലിയാക്കളാണ്. ബാപ്പയും വലിയ, ഉമ്മ വലിയത്താണ്, പരമ്പര മുഴുവനും സയ്യിദന്മാരാണ്. അങ്ങനെ അസ്ലും ഫസ്ലും അടിയും മുകളിലും എവിടെയും അഹ്ലുബൈത്തും വിലായത്തിന്റെ അഹ്ലുകാരും ഔലിയാഇനെ കൊണ്ട് നിറഞ്ഞ കുടുംബത്തിലെ ഒരു വെള്ളി നക്ഷത്രമായി പിറന്ന മഹാനാണ് സയ്യിദുനാ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്. ബഹുമാനപ്പെട്ടവർ, അവിടുത്തെ ഉമ്മ ഉമ്മുൽ ഖൈർ ഫാത്തിമ റളിയല്ലാഹു അൻഹ, ആ ബീവി ഗൗസുൽ തങ്ങളാകുന്ന അബ്ദുൽ ഖാദിറിനെ ഗർഭം ചുമക്കുമ്പോ 60 വയസ്സായിട്ടുണ്ട്. അതും ഒരു അത്ഭുതമാണ്. സാധാരണയിൽ 60 വയസ്സിലൊന്നും ഉമ്മമാര് ഗർഭം ധരിക്കാറില്ല. മെൻസസ് പീരിയഡ് അതിന്റെ മുമ്പ് തന്നെ 40 ആകുമ്പോഴേക്കൊക്കെ പലർക്കും നിന്നുപോകും. എന്നാൽ 60-ാം വയസ്സിൽ ഉമ്മുൽ ഖൈർ ബീവി ജനിക്കുകയാണ്. അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെ മഹദി അവർക്ക് 60 വയസ്സുള്ളപ്പോൾ ജനിക്കുന്നു. പക്ഷേ അതിന്റെ മുമ്പ് തന്നെ അവിടുത്തെ പിതാവ് അബൂ സ്വാലിഹ് റളിയല്ലാഹു അൻഹു വഫാത്തായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഉമ്മയുടെ ഉപ്പയായ, നേരത്തെ ഞാൻ പേര് പറഞ്ഞ അബ്ദുല്ലാഹി സൗമഈ റളിയല്ലാഹു അൻഹു ആണ് ഷെയ്ഖ് ജീലാനി തങ്ങളെ ഉപ്പാപ്പയാണ് പോറ്റി വളർത്തിയത്. അതുകൊണ്ട് ഞാൻ ഇബ്നു സൗമഈ, ഞാൻ സൗമഈയുടെ മകനാണ് എന്ന് അവിടുന്ന് പറയാറുണ്ടായിരുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ടവർ വളർന്നു വരുമ്പോൾ ബഹുമാനപ്പെട്ടവരുടെ പ്രായം ചെറിയ കുട്ടിയാണ്. ചെറിയ കുട്ടിയായി 2 വയസ്സിന്റെ മുമ്പ് 2 വയസ്സ് പൂർത്തിയാവുന്നതിന് മുമ്പ് മുല കുടിക്കുമ്പോൾ തന്നെ അത്ഭുതങ്ങൾ പ്രകടിപ്പിച്ചവരാണ്. നിങ്ങൾ കേട്ടില്ലേ, മാലയിൽ മുതലായ റമദാനിൽ മുലയെ കുടിക്കും നാൾ 30 നാളിലും മുലയെ തൊടാത്തവർ. റമദാൻ മാസം വന്നാൽ ആ മുല കുടിക്കുന്ന 2 വർഷവും ഫജ്ർ സ്വാദിഖ് മുതൽക്ക് മഗ്രിബ് വരെ മുല കുടിക്കാതെ തൊട്ടിലിൽ കിടക്കുന്ന വെള്ളയിൽ കിടന്ന് വളരുന്ന 2 വയസ്സ് തികയാത്ത ആ പിഞ്ചു കുഞ്ഞ് നോമ്പെടുത്തു എന്നല്ലേ അതിന്റെ അർത്ഥം? റമദാനിൽ പകലിൽ മുല കുടിക്കാതെ വളർന്നു. അവിടുന്ന് പറയുന്നു, ഞാൻ ചെറിയ കുട്ടിയാണ്. പിന്നീട് പറയുകയാണ്, അങ്ങനെ ഞാനിങ്ങനെ എന്റെ മനസ്സിൽ കുട്ടികളുടെ കളി ഉണ്ടാകുമല്ലോ, എനിക്ക് കളിക്കണമെന്ന് തോന്നും. അങ്ങനെ ചങ്ങാതിമാരെ കൂടെ, കൂട്ടുകാരെ കൂടെ, കളിക്കൂട്ടുകാരെ കൂടെ കളിക്കാൻ വേണ്ടി പോയാലോ എന്റെ മനസ്സിൽ ഇങ്ങ് തോന്നുമ്പോഴേക്ക് ഒരു അശ്ലീൽ കേൾക്കും. ഇലയ്യ യാ മുബാറക്, ഇലയ്യ യാ മുബാറക്, ഓ ബറക്കത്തുള്ള മോനെ, കളിക്കാൻ പോകല്ലേ, എന്നിലേക്ക് വരൂ മോനെ. ഈ അശ്ലീലങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ ഓടി എന്റെ ഉമ്മയുടെ മടിത്തട്ടിൽ വീണു കിടക്കും. അങ്ങനെ ഞാൻ ഒരു കളിക്കും പോകാതെ ജീവിച്ചവനാണ്. അവിടുന്ന് വളർന്നു. 10 വയസ്സ് ആയ സമയത്ത് ബഹുമാനപ്പെട്ടവരെ കുടുംബങ്ങൾ ഒരു ചെറിയ നല്ലൊരു പണ്ഡിതനായ ഒരു മഹാന്റെ അടുത്ത് ഇൽമു പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയി ആക്കി. 10 വയസ്സുള്ളപ്പോ മഹാന്മാർ രേഖപ്പെടുത്താണ്, ഖലാഇദുൽ ജവാഹിറിൽ ഒക്കെ കാണാം.
ഖലാഇദുൽ ജവാഹിർ ഫി മനാഖിബ് ശൈഖ് അബ്ദുൽ ഖാദിർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രചിക്കപ്പെട്ട ഗ്രന്ഥമാണ്. അതിൽ കാണാം 10 വയസ്സുള്ള സമയത്ത് എന്റെ നാട്ടിൽ ഒരു ചെറിയ ഒരു മദ്രസ മക്തബയിൽ എന്നെ കൊണ്ടുപോയി ആക്കി. ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഞാൻ മക്തബയിലേക്ക് ഇങ്ങനെ പോകുമ്പോ ഫഅറൽ മലായികത അലൈഹിമുസ്സലാം യംശി ഹൗലി, അതാ മലക്കുകൾ വരും എന്റെ ചുറ്റും ഇങ്ങനെ നടക്കും. വൈദാ വസൽതു ഇലൽ മക്തബത്തി സമയത്തുൽ മലായികത യഖൂലൂന ഇഫ്സഹൂ ലി വലിയില്ലാഹ്. എന്നെ വീട്ടിൽ നിന്ന് മദ്രസയിലേക്ക് കൊണ്ടുപോകുന്നത് ചെറുപ്പത്തിൽ തന്നെ മലക്കുകൾ വരുമായിരുന്നു. കുഞ്ഞിക്കാലത്തെ ജീവിതത്തെ അവസ്ഥ പിന്നീട് പറയുകയാണ്. മലക്കുകൾ വന്നിട്ട് ആ മദ്രസയിലേക്ക് എത്തിയാൽ അവിടെയുള്ള കുട്ടികളോട് പറയും, ഇഫ്സഹൂ ലി വലിയില്ലാഹ്, അല്ലാഹുവിന്റെ വലിയായ ഈ മഹാന് നിങ്ങൾ സ്ഥലം കൊടുക്കുക. എല്ലാവരും അത്താ യജ്ലിസ, കുട്ടിയൊന്ന് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് മലക്കുകൾ സ്ഥലം പിടിക്കും. അങ്ങനെ അവിടെ ഇരിക്കും. സുബ്ഹാനല്ലാഹ്, അങ്ങനെ മലക്കുകൾ തന്നെ കൊണ്ടുപോകുകയും ക്ലാസ് കഴിഞ്ഞാൽ വീട്ടിലേക്ക് തിരിച്ചെത്തിച്ചു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ബഹുമാനപ്പെട്ടവർക്ക് അല്ലാഹു കൊടുത്ത ഒരു കറാമത്താണത്. ബഹുമാനപ്പെട്ടവർ വളരെ ചെറുപ്പത്തിൽ, അതിന്റെയും മുമ്പ് ചെറിയ കുട്ടിയായപ്പോൾ ഒരു ഒഴിഞ്ഞ പ്രദേശത്ത് ഒരു ദിവസം പോയി. അവിടെ പോയിട്ട് നോക്കുമ്പോൾ കാള പൂട്ടുന്ന ഒരു പശു, നമ്മുടെ നാട്ടിലുണ്ടല്ലോ പശുക്കള്, വയലിൽ പശുക്കളെ കാണും. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഞാൻ ചെറിയ കുട്ടിയാണ്, ഞാൻ ആ പശുവിന്റെ പിന്നാലെ ഇങ്ങനെ നടന്നു. കുട്ടികൾക്ക് അങ്ങനെയാണല്ലോ, പശുവിനെ ആടൊക്കെ കാണുമ്പോ അതിനെങ്ങനെ തൊളിച്ചിട്ടൊന്നും നടന്നു. ജിലാനി ശൈഖ് പറയാണ്, ഞാൻ ചെറിയ കുട്ടിയാണ്, ഈ 10-ാം വയസ്സിന്റെ ഒക്കെ മുമ്പ് ഞാൻ ആ പശുവിന്റെ പിന്നാലെ നടന്നപ്പോൾ അതാ സുബ്ഹാനല്ലാഹ്, ആ പശു എന്നിലേക്ക് തിരിഞ്ഞു നോക്കേ. ഫൽതഫതത് ഇലയ്യ ഫഖാലത്, പശു തിരിഞ്ഞു നോക്കിയിട്ട് പശു എന്നോട് പറയാണ്, യാ അബ്ദുൽ ഖാദിർ മാ ലിഹാദാ ഖുലിഖത. അബ്ദുൽ ഖാദിറെ, ഇതിനല്ല കേട്ടോ നിങ്ങളെ സൃഷ്ടിക്കപ്പെട്ടത്. പശുവായ എന്റെ പിന്നാലെ, പോത്തായ ഒരു മൃഗമായ എന്റെ പിന്നാലെ നടക്കാനല്ല നിങ്ങളുടെ വിയോഗം, നിങ്ങളുടെ ആഗമനം. ഇതങ്ങ് കേട്ടപ്പോ ഫറജഅതു ഫസിആ ഇലാ ദാരിനാ, എന്റെ വീട്ടിലേക്ക് ഞാൻ പേടിച്ചിട്ട് ഓടി. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഭയം കൊണ്ട് വീടിന്റെ മുകളിലേക്ക് അങ്ങ് കയറി. അപ്പോൾ ഞാൻ അവിടെ മുകളിൽ നിന്ന് ഇങ്ങനെ ആകാശത്തേക്ക് നോക്കിയപ്പോൾ ഞാൻ ഒരു അത്ഭുതകരമായ കാഴ്ച കാണുന്നു. എന്റെ വീട്ടിന്റെ മുകളിൽ നിന്ന് ഞാൻ നേരെ മുന്നിലേക്ക് നോക്കിയപ്പോൾ ഫറഅയ്തു നാസ വാഖിഫീന ബിഅറഫാത്ത്. അത് ഒരു പെരുന്നാളിലെ വലിയ പെരുന്നാൾ ദുൽഹജ്ജ് 9-ന്റെ അറഫയുടെ ദിവസമാണ്. ഞാൻ വീട്ടിന്റെ മുകളിൽ നിന്ന് കാണുന്നു, വിശാലമായ അറഫ മൈതാനി കാണുന്നു. ജനങ്ങളൊക്കെ അറഫയിൽ നിൽക്കുന്നത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ട് ഭയവിഹ്വലനായി വീട്ടിൽ നിന്ന് താഴെ ഉമ്മയുടെ അടുത്ത് കഥകളൊക്കെ പറഞ്ഞു. അൽഹമനി അല്ലാഹു, അല്ലാഹു എനിക്ക് എന്റെ മനസ്സിൽ ഒരു തോന്നല് തന്നു, ഇങ്ങനെ നടന്നാൽ പറ്റൂല. പശു പോലും എന്നോട് പറഞ്ഞത് ഇതിനല്ല സൃഷ്ടിക്കപ്പെട്ടതെന്നാണ്. അതിന്റെ മുമ്പ് ഇലയ്യ മുബാറക് എന്ന് വിളിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്തൊക്കെയോ അത്ഭുതകരമായ ആത്മീയമായ വിളികളാണ്. അതുകൊണ്ട് ഉമ്മയോട് പറഞ്ഞു, പൊന്നുമ്മ നിങ്ങൾ സമ്മതിക്കണം, ഞാൻ ബഗ്ദാദിലേക്ക് പോകുകയാ, എനിക്ക് ഉമ്മ സമ്മതം തരണം. അസ്തഗ്ലു ബിൽ ഇൽമി, ഞാൻ ബഗ്ദാദിൽ പോയി ഇൽമു പഠിക്കാൻ പോകുകയാ. വഅസൂറു സ്വാലിഹീന, സ്വാലിഹീങ്ങളെ ഒക്കെ ഒന്ന് സിയാറത്ത് ചെയ്യണം. ഞാൻ ഇത് പറഞ്ഞപ്പോൾ എന്തേ മകനെ ഇങ്ങനെ ഒരു ചിന്ത ഇപ്പോൾ ഉദിക്കാൻ കാരണം? ദർസിലേക്ക് പോകാൻ ഇങ്ങോട്ട് പറയുന്നത് എന്താണ്? ഇൽമു പഠിക്കാനാണ് തുടക്കം മോനെ, എന്തേ? അപ്പോൾ മകൻ പറയുന്നു, ഉമ്മാ എന്ന് വിളിച്ച് ഉമ്മയോട് ഇതുവരെ ഉണ്ടായ അത്ഭുതങ്ങളെല്ലാം അങ്ങ് പറഞ്ഞു. ഫഅഖ്ബർതുഹാ ഖബരി, എന്റെ ഇതുവരെയുള്ള കഥകളൊക്കെ പറഞ്ഞപ്പോൾ ഫബഖത് വഖാമത്, ഉമ്മ അങ്ങ് കരഞ്ഞുപോയി.
എന്നിട്ട് അവിടുന്ന് അങ്ങ് എഴുന്നേറ്റ് നിന്നിട്ട് ബഹുമാനപ്പെട്ടവര് അതേ 40 സ്വർണ്ണ നാണയം, അതിൽ നിന്ന് ഒരു ഭാഗം സ്വർണ്ണ നാണയത്തിന്റെ ഒരു ഭാഗം നൽകി അതേ കുപ്പായത്തിന്റെ കക്ഷത്തിന്റെ താഴെ തുന്നിപ്പിടിപ്പിച്ചു കൊടുത്തു. അത് പിതാവിന്റെ അനന്തരമാണ് 80 സ്വർണ്ണ നാണയം. അതിൽ പകുതി മറ്റൊരു സഹോദരനുള്ളതാണ്. 40 ഈ അബ്ദുൽ ഖാദിറിന്റെ കുട്ടിക്കുള്ളതാണ്. അതും വെച്ചു കൊടുത്തിട്ട് ഉമ്മ പറഞ്ഞു, മോനെ എന്തു വന്നാലും കളവ് പറയരുത് മോനെ, കളവ് പറയല്ല എന്നും മാച്ചന്നാരേ. ഉമ്മ പറയുന്നു കളവ് പറയരുത് മോനെ. അങ്ങനെ കളവ് പറയാതെ സത്യം മാത്രം പറഞ്ഞ് ജീവിക്കണമെന്ന വസിയത്തും പറഞ്ഞ് ബഗ്ദാദിലേക്ക് ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബായി പിന്നീട് വളർന്ന അബ്ദുൽ ഖാദിർ എന്ന കുട്ടിയെ 18-ാം വയസ്സിൽ ദർസിലേക്ക് പറഞ്ഞയക്കുന്നു. പോകുന്ന സമയത്ത് വസിയത്തുകളൊക്കെ ഉമ്മ പറഞ്ഞു കൊടുത്തു. ഹിജ്റ 488-ാം വർഷം 18-ാം വയസ്സില് ബഗ്ദാദിലേക്ക് പ്രവേശിക്കുന്നു. ബഗ്ദാദിൽ അതാ അവിടുന്ന് ഒരുപാട് വർഷം 561 വരെ നീണ്ട 73 വർഷം ബഗ്ദാദിലാണ് ജീവിച്ചത്. ആ ബഗ്ദാദിലുള്ള ജീവിതം അതിവിപുലമാണ്. ഒരുപാട് പഠനങ്ങളാണ്, ഒരുപാട് വിശാലതയുള്ള കാലഘട്ടങ്ങളാണ്. ബഹുമാനപ്പെട്ടവർ അതാ ഹിജ്റ 488 മുതൽക്ക് 521 വരെയുള്ള വർഷം, നീണ്ട വർഷം ബഹുമാനപ്പെട്ടവരെ ഇൽമു പഠിക്കാനും ദർസ് പഠിക്കാനും അറിവ് നേടാനും ഇബാദത്ത് പഠിക്കാനുമുള്ള കാലം ബഗ്ദാദിൽ കഴിച്ചുകൂട്ടി. പിന്നീട് 521-ാമത്തെ വർഷം മുതൽ അതേ വഫാത്ത് വരെ നീണ്ടകാലം അവിടുന്ന് ദർസ് നടത്താനും ഇൽമു പറയാനും പഠിപ്പിക്കാനും വഅള് പറയാനും ജനങ്ങളെ തർബിയത്ത് ചെയ്യാനും ഇങ്ങനെ 2 വിധത്തിലാണ് അവിടുത്തെ ജീവിതം അവിടുന്ന് മാറ്റിവെച്ചത്. ആ കാലയളവിൽ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ബഗ്ദാദിലേക്ക് വന്നത് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ ബഗ്ദാദിൽ വന്ന് ബഹുമാനപ്പെട്ടവർ അതാ ഏറ്റവും നല്ല ദർസ് അന്വേഷിക്കുകയാണ്. അപ്പോൾ ആരോ പറഞ്ഞു, ഹമ്മാദ് എന്നൊരു മഹാനുണ്ട്, ആ ഹമ്മാദ് എന്ന മഹാന്റെ ദർസിലേക്ക് നിങ്ങൾ പോകുക, വലിയ മഹാനും പണ്ഡിതനുമാണ്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ അതാ ഹമ്മാദ് തങ്ങളെ ദർസിലേക്ക് പോകാൻ വേണ്ടി അവിടുന്ന് ഇങ്ങനെ വന്നു ബഗ്ദാദിലേക്ക് കടക്കുകയാണ്. ബഹുമാനപ്പെട്ട തഖിയുദ്ദീനിൽ വാഇൽ എന്നവർ പറയുന്നു, ഗൗസുൽ ആലം തങ്ങൾ ബഗ്ദാദിലേക്ക് കടന്നപ്പോൾ ഓരോ രാജ്യത്തിനും ഓരോ അതിരുകളുണ്ടാകും, ഓരോ ബൗണ്ടറികൾ ഉണ്ടാകും. ആ ബഗ്ദാദിന്റെ അതിർത്തിയിലെത്തിയപ്പോൾ നിങ്ങൾ കേൾക്കുന്നില്ലേ, ഗാസയുടെ അതിർത്തി, ഫിലസ്തീനിന്റെ അതിർത്തി, ഇങ്ങനെയൊക്കെ ഇന്ത്യയുടെ അതിർത്തികളൊക്കെ ഇല്ലേ. ബഗ്ദാദിന്റെ അതിർത്തിയിലെത്തിയപ്പോൾ ഖളിർ നബി അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് ബഗ്ദാദിലേക്ക് കടക്കാൻ വരട്ടെ. ബഗ്ദാദിലേക്ക് കടക്കാനായിട്ടില്ല അബ്ദുൽ ഖാദിറെ. മാമഈ അംറുൻ ബിഅൻ തദ്ഖുല ഇലാ ബഗ്ദാദ 7 സിനീന. അതേ ഫഖാല ലഹു, എന്നിട്ട് ഖളിർ അലൈഹിസ്സലാം ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞു, എനിക്ക് ഓർഡർ ഇല്ല, ബഗ്ദാദിലേക്ക് ഒരാളെ പ്രവേശിപ്പിക്കേണ്ടത് ഞാനാണ്. 7 വർഷം ബഗ്ദാദിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ എന്റെ ഭാഗത്തുനിന്ന് സമ്മതമില്ല. അതുകൊണ്ട് ബഗ്ദാദിലേക്ക് കടന്നുകൂടാ. 7 വർഷം കഴിഞ്ഞുകൂടണം പരിസരങ്ങളിൽ.
ബഹുമാനപ്പെട്ട ഗൗസുല്ലാദം തങ്ങൾ പറയുന്നു, ഞാൻ അതാ കടലിന്റെ തീരത്തും പുഴവക്കുകളിലും 7 കൊല്ലം നടന്നു. അങ്ങനെ മിനൽ ബഖാലത്തി മിനൽ മുബാഹി ഹത്താ സാറത്തുൽ ഖദ്റത്തു തബീനു മിൻ ഉനുഖിഹി. ഇലകളും പച്ച ഇലകളും അതേപോലത്തെ വസ്തുക്കളൊക്കെ പറിച്ച് ഭക്ഷണമായി ഉപയോഗിച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് 7 വർഷം വിജന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും കടന്ന് നടന്ന് ജീവിച്ച് പകലും രാത്രിയും കഴിച്ചുകൂട്ടി. വലിയ പരീക്ഷണമാണ്. സുബ്ഹാനല്ലാഹ്, ശരീരത്തിലൊക്കെ ഇല തിന്നിട്ട് പച്ച നിറത്തിലുള്ള നിറങ്ങളൊക്കെ പുറത്തേക്ക് വന്നു തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഞാൻ കേൾക്കുന്നു, 7 വർഷം പൂർത്തിയായപ്പോൾ, യാ അബ്ദുൽ ഖാദിർ, അബ്ദുൽ ഖാദിറേ ഉദ്ഖുലുൽ ബഗ്ദാദ്, ഇനി ബഗ്ദാദിലേക്ക് പ്രവേശിക്കാം, ബഗ്ദാദിലേക്ക് കടക്കുക എന്ന ഒരു അശരീരി ഞാൻ കേൾക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്, കുറച്ച് കാര്യം പറഞ്ഞു. ബഗ്ദാദിലേക്ക് കടക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ കടന്നു. അന്ന് രാത്രി നല്ല തണുപ്പുള്ള മഴ, മഞ്ഞ്, തണുപ്പൊക്കെ ഉള്ള നല്ല തണുപ്പ്, കൊടും തണുപ്പാണ്. എന്റെ മനസ്സിലുണ്ട് ഹമ്മാദ് തങ്ങളുടെ ദർസിൽ ചേരണമെന്ന്. ഞാൻ ആ ദർസ് ലക്ഷ്യം വെച്ച് അങ്ങനെ നടന്നു. അടുത്ത പരീക്ഷണം വരികയാണ്. ഹമ്മാദ് ബിൻ മുസ്ലിം അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ദർസിന്റെ അടുത്തേക്ക് അങ്ങ് എത്തിയതേ ഉള്ളൂ. ഉള്ളുന്ന് ബഹുമാനപ്പെട്ട ഹമ്മാദ് റളിയല്ലാഹു അൻഹു ദർസ് നടത്തുന്നുണ്ട്. ഒരുപാട് ശിഷ്യന്മാർ ആ സ്ഥാപനത്തിൽ, കോളേജാണ് ബഗ്ദാദിൽ, അവിടെയുണ്ട്. ഡോർ തുറന്നു വെച്ചിട്ടുണ്ട്. ഞാൻ വരുന്നത് ഷെയ്ഖ് അഹമ്മദ് തങ്ങൾ കാണുന്നുണ്ട്. ഞാൻ ആ ബരാന്തിലേക്ക് അങ്ങ് കയറിയപ്പോ ഉടനെ ബഹുമാനപ്പെട്ട ഉത്തരവ് എന്താണ്? ഹമ്മാദ് തങ്ങൾ വാതിലങ്ങ് അടച്ച ആൾ ഇങ്ങോട്ട് കയറ്റണ്ടെന്ന് പറഞ്ഞു. വരാന്തിലേക്ക് അങ്ങ് കയറിയപ്പോൾ തന്നെ പറയുന്നത്, വാതിലടക്കും മക്കളെ ഇങ്ങോട്ട് കയറ്റണ്ട, ലൈറ്റ് അടക്കൂ, ഇരുട്ടാക്കൂ. ഓസുലാദം തങ്ങൾ ഇത് കേൾക്കാണ്. പുറത്തേക്ക് ഹമ്മാദ് റളിയല്ലാഹു അൻഹു വലിയ മഹാനാ. ദർസിൽ കുട്ടികളെ എടുക്കുമ്പോ നല്ല പരീക്ഷണങ്ങൾ കൊടുക്കും. അതിലൊക്കെ ജയിച്ചാലാണ് എടുക്കുക. വാതിലടച്ച് ലൈറ്റും കെടുത്തിട്ട് എന്താണ് കുട്ടി വന്നിട്ട് ദർസ് നിൽക്കാൻ തന്നെയാണ് അതൊക്കെ നോക്കുമല്ലോ. അപ്പോ ഷെയ്ഖ് ജീലാനി തങ്ങൾ പറയുന്നു, ഞാൻ ആ വാതിൽക്കൽ അവിടെ നിന്നു, എവിടെയും പോയില്ല. ഏതെങ്കിലും ഒരു സമയത്ത് തുറക്കുമല്ലോ. അങ്ങനെ രാത്രി ഞാൻ അവിടെ ഇരുന്നു. അങ്ങനെ എനിക്ക് ഉറക്കം വന്നു. ഞാൻ ഉറങ്ങി. സുബ്ഹാനല്ലാഹ്, അന്ന് രാത്രി എനിക്ക് സ്ഖലനമുണ്ടായി, ജനാബത്തുണ്ടായി. ഉടനെ ഞാൻ ഉണർന്നു. എഴുന്നേറ്റ് പോയി തൊട്ടടുത്തുള്ള വെള്ളമുള്ള സ്ഥലത്ത് നിന്ന് കുളിച്ചു. ഞാൻ വന്നു, വീണ്ടും അവിടെ ഇരുന്നു. കുറച്ചു കഴിഞ്ഞ് ഉറക്കം വന്നു, വീണ്ടും ജനാബത്തുണ്ടായി. ഉടനെ ഉണർന്നു, വീണ്ടും പോയി. വല്ലാത്ത പരീക്ഷണ റബ്ബിന്റെ ഭാഗത്തു. വീണ്ടും ഞാൻ പോയി, ഉടനെ കുളിച്ചു, വന്നു, അവിടെ നിന്നു, ഉറക്കം വന്നു, ഇരുന്നു, ഉറങ്ങി, വീണ്ടും ജനാബത്തുണ്ടായി. വലം യസൽ കദാലിക 17 മറ 17 മറ. അന്ന് 17 പ്രാവശ്യം ബഹുമാനപ്പെട്ടവർക്ക് ജനാബത്തുണ്ടായി. ചരിത്രങ്ങൾ നമുക്കറിയാം. അള്ളാഹുവിന്റെ മഹാന്മാർ എല്ലാ സുന്നത്തും ഉറക്ക് പാലിക്കുന്നവരാ. രാത്രിയിൽ ജനാബത്തുണ്ടായാൽ സുബ്ഹി ഖളാ ആകുന്നതിന്റെ മുമ്പ് കുളിച്ച് ഫ്രഷ് ആകൽ നിർബന്ധമാണ്. എന്നാൽ ജനാബത്തുണ്ടായ ഉടനെ തന്നെ കുളിക്കൽ വലിയൊരു സുന്നത്തുമാണ്. മഹാന്മാരെല്ലാവരും എല്ലാ സുന്നത്തുകളും ജീവിതത്തിൽ പകർത്തുന്നതാണ്. നേരത്തെ പറഞ്ഞല്ലോ, വളരെ തണുപ്പുള്ള രാത്രിയാണ്. ജനാബത്തുണ്ടായാൽ ഫർളായ കുളിയും സുന്നത്തായ കുളിയും ഏതിനാണ് മുൻതൂക്കം തൂങ്ങുന്നത് എന്ന് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ളൊരു പരീക്ഷണമാണ്. സുബ്ഹാനല്ലാഹ്, 17 പ്രാവശ്യം വന്ന് കുളിച്ചു. അഥവാ അക്കാലത്ത് പോലും ഒരു സുന്നത്ത് ഒഴിവാക്കിയിട്ടില്ല.
ബഹുമാനപ്പെട്ടവർ പറയുന്നു സുബഹി ബാങ്ക് അങ്ങ് കൊടുത്തപ്പോൾ ഫഫതഹൽ ബാബ്, വാതിലങ്ങ് തുറന്നു. സുബ്ഹാനല്ലാഹ്. അബ്ദുൽ ഖാദിർ ജീലാനി എന്ന അവിടെ പഠിക്കാൻ വന്ന് വരാന്തയിലിരിക്കുന്ന ചെറുപ്പക്കാരൻ റളിയല്ലാഹു അൻഹു പറയുന്നു, സുബഹി ബാങ്കിന്റെ സമയത്ത് ഫജ്ർ സ്വാദിക്ക് വെളിവായപ്പോൾ അതാ ഇന്നലെ രാത്രി അടച്ചു വെച്ച വാതിലങ്ങ് പെട്ടെന്ന് തുറന്നപ്പോൾ ഞാൻ ഉള്ളിലേക്ക് അങ്ങ് കയറിയ സമയത്ത് അതാ അവിടുന്ന് ശൈഖ് ഹമ്മാദ് റളിയല്ലാഹു അൻഹു അവിടെ ഇരിക്കുന്നു. എഴുന്നേറ്റിങ് വന്നു, എന്റെ അടുത്തേക്ക് വന്നിട്ട് അതാ എന്നെ അങ്ങ് കെട്ടിപ്പിടിച്ചു. റസൂലുള്ളാഹി തങ്ങളെ ആലിംഗനം ചെയ്തു. വളമ്മഹു ഇലൈഹി, കൂട്ടി അണഞ്ഞങ്ങ് പിടിച്ചു. ഹമ്മാദ് തങ്ങളാകുന്ന ഗുരുവര്യര് പൊട്ടിയങ്ങ് കരഞ്ഞു. ഫഖാല ലഹു, എന്നിട്ട് ഹമ്മാദ് തങ്ങള് പറയുന്നു, യാ വലദി അബ്ദുൽ ഖാദിർ, എന്റെ മോനെ അബ്ദുൽ ഖാദിറേ, അദ്ദൗലത്തുൽ യൗമ ലനാ, അദ്ദൗലത്തു ലനൽ യൗം, ഇന്ന് അധികാരം, ആത്മീയമായ ഭരണം അത് എന്റെ കയ്യിലാണ് മോനെ. വലക ഗദാ, നാളെ അത് നിന്റെ കയ്യിലാണ്. ബഗ്ദാദിലെ ആത്മീയ ഭരണം അത് എന്റെ കയ്യിലാണെന്ന്. നാളെ മോനെ നീ ആ സ്ഥാനത്ത് അവരോധിക്കപ്പെടാൻ പോകുകയാണ്. ഹമ്മാദാകുന്ന എനിക്ക് നിരച്ച് ഞാൻ വയസ്സനായി മോനെ. ഇന്നലെ ഞാൻ ഡോറടച്ചത് പരീക്ഷിച്ചതായിരുന്നു മോനെ, വെറുപ്പ് കൊണ്ടല്ല, ആളെ തിരിയാത്തത് കൊണ്ടല്ല. ഇന്ന് എനിക്കാണ് അധികാരമെങ്കിലും നാളെ നിനക്കാണ് അധികാരം മോനെ. അതുകൊണ്ട് വൈദാവല്ലീത, നിനക്ക് അധികാരം ഏൽപ്പിക്കപ്പെട്ടാൽ ഫഅദിൽ ബിഹാദിഹി ശൈബാ, ഹമ്മാദ് തങ്ങള് അവിടുത്തെ നിറച്ച താടിങ്ങനെ പിടിച്ചിട്ട് ഫൈദാവുല്ലിത, നിനക്ക് ഭരണം ഏൽപ്പിക്കപ്പെട്ടു, നീ ഭരണരംഗത്ത് വന്നാൽ ഫഅദിൽ ബിഹാദിഹി ശൈബാ, ഈ നിറച്ച ഉപ്പാപ്പയോട് നീതിയും കാരുണ്യവും ചെയ്യണം മകനെ. ശൈഖ് ഹമ്മാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഹിജ്റ 499 ഹമ്മാദ് തങ്ങളെ ദർസിലെത്തുന്നത്. സുബ്ഹാനല്ലാഹ്. പിന്നീട് 525 ഹമ്മാദ് തങ്ങൾ വഫാത്താകുന്നത്. അതിന്റെ ഇടയിലുള്ള കാലം ബഹുമാനപ്പെട്ട മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അതാ ഹമ്മാദ് തങ്ങളെ ദർസിൽ പഠിക്കുകയാണ്. പഠിക്കുന്ന സമയത്ത് കുട്ടിയുടെ ആത്മീയ വളർച്ചയുടെ ഗതികൾ അറിയാനും വീണ്ടും പരീക്ഷണങ്ങളും അതേപോലെ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ ജീവിതം ക്രമപ്പെട്ട് ക്ഷമയും അതുപോലെ ഭക്തിയും ഒക്കെ ഉണ്ടായി വീണ്ടും വലിയ വലിയ ദറജകളിലേക്ക് പോകുമ്പോൾ അതിന് സൂഫിയാക്കൾക്ക് ആയിരക്കണക്കിന് സ്വഭാവങ്ങൾ, നല്ല നല്ല സൽസ്വഭാവങ്ങൾ വന്നണയേണ്ടതുണ്ട്. അതെല്ലാം നൽകിക്കൊണ്ടിരിക്കുമ്പോ പാകപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കാൻ പരീക്ഷിച്ചു കൊണ്ടിരിക്കും. അവരെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ബഹുമാനപ്പെട്ട മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഹമ്മാദ് തങ്ങളെ ദർസിൽ പഠിച്ചു. ഞങ്ങളതാ ഉസ്താദിനെയും മുതഅല്ലിമീങ്ങളെയും നാട്ടിലുള്ള ആളുകൾ പരിപാടിക്ക് ക്ഷണിക്കും. ഞങ്ങൾ പല പരിപാടികൾക്കും പോകും. ഒരു ദിവസം വെള്ളിയാഴ്ച രാവിലെ ഞങ്ങളെല്ലാവരും നടന്നിങ്ങനെ പോകുമ്പോൾ അതാ ഒരു പുഴയുടെ അരികിലൂടെ പോകുകയാണ്. എല്ലാവരും വെള്ളിയാഴ്ച കുളിച്ച് ജുമാക്ക് ഇങ്ങനെ പോകുകയാണ്, അല്ലെങ്കിൽ അതുവഴി പോകുകയാണ്. ജുമാന്റെ മുമ്പാണ് പോകുന്നത്. പെട്ടെന്ന് അതാ പുഴന്റെ അടുത്തെത്തിയപ്പോൾ
അതാ ഹമ്മാദാകുന്ന ഉസ്താദ് കുട്ടിയാകുന്ന അബ്ദുൽ ഖാദിറിനെ പിടിച്ച് പുഴയിലേക്ക് ഇട്ടു. അത് അക്രമമൊന്നല്ലേ? ബഹുമാനപ്പെട്ടവർ പറയുന്നു, എന്നെ പിടിച്ചിട്ട് ഉസ്താദ് വെള്ളത്തിൽ ഇടുമ്പോ അന്ന് എനിക്ക് ജുമാക്ക് കുളിക്കാൻ സാധിച്ചിട്ടില്ല. ഞാൻ ആ വെള്ളത്തിലേക്ക് ചാടുമ്പോ ജുമായുടെ സുന്നത്ത് കുളിക്കുന്നു എന്ന് നിയന്ത്രിച്ചിട്ട് കൊളത്ത് ചാടും. അതുകൊണ്ട് അന്ന് എനിക്ക് ജുമായുടെ സുന്നത്ത് കുളിയും ഉണ്ടായി. അത് ഖൈറായി, അൽഹംദുലില്ലാഹ്. അങ്ങനെയാണല്ലോ. ഓപ്പറേഷൻ പല കോലത്തിലാണ്. ആത്മീയമായ ഓപ്പറേഷനുകളുണ്ട്, ഭൗതികമായ ഓപ്പറേഷനുകളുണ്ട്. ഇതേപോലെ ഔലിയാ ഡോക്ടർമാരാണ്. അത്തിബ്ബാഉൽ ഖുലൂബ്, ഹൃദയത്തിന്റെ ചികിത്സയാണ് ആത്മീയ പുരുഷന്മാരായ ഔലിയാക്കൾ നൽകുന്നത്. അതുകൊണ്ട് തന്നെ കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാ ഞാൻ നിങ്ങളെ കൽബകമെന്നോവർ, കണ്ണിൽ കാണാത്തതും കൽഭാഗത്തുള്ളതും കൺകൊണ്ട് കാണുമ്പോൾ നോക്കി പറഞ്ഞോവർ. അത് അവർക്ക് അല്ലാഹു കൊടുത്ത ഒരു ദർജയാണ്. ഓരോ ഡോക്ടർമാർക്കും അവരുടേതായ വകുപ്പിൽ കഴിവുണ്ടെങ്കിലേ ചികിത്സിക്കാൻ കഴിയുള്ളൂ. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് മക്കയിൽ വെച്ചുകൊണ്ട് ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസ് നോക്കിയിട്ട് അതിന്റെ തൂണുകളും അതിന്റെ അവസ്ഥകളും ഒക്കെ പറഞ്ഞത്, മിഅ്റാജിന്റെ യാത്ര പോയി വന്ന് പിറ്റേ ദിവസം ശത്രുക്കൾ ചോദിച്ചപ്പോൾ കൺകൊണ്ട് കാണുമ്പോൾ നോക്കി പറഞ്ഞോവർ ഹദീസിന്റെ കിതാബുകളിൽ കാണാം. നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലെ ഭക്തി പോലും എനിക്ക് അവ്യക്തമല്ല. ലൈവായി നിങ്ങളുടെ ഹൃദയത്തിലുള്ള ഭക്തി ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹ്യിദ്ദീൻ മാല പറ്റാത്തവർ തങ്ങളുടെ പ്രസംഗം പ്രസംഗിച്ച് സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് തെറ്റിദ്ധരിപ്പിച്ച് കളിപ്പാക്കുന്നവർ ഈ ഹദീസുകളൊക്കെ എന്തു ചെയ്യും? ഇപ്പോൾ ഞാൻ പറഞ്ഞത് റസൂലുള്ളാഹി മാലയാണ്, ഹദീസിലുള്ളതാണ്. മുഹ്യിദ്ദീൻ മാല പറ്റാത്തവർ മുത്തനബിയെ എങ്ങനെ അംഗീകരിക്കും? അമ്പിയാക്കളുടെ മുഅ്ജിസത്തായി വന്നത് ഔലിയാക്കളുടെ കറാമത്തായി വരും. പരിശുദ്ധ ഖുർആൻ മിഅ്റാജ് ഒഴികെ അതാർക്കും ഇനി മുഅ്ജിസത്തായി വരില്ല. അത് മുത്തനബിക്ക് ഖാസായ പ്രത്യേകമായ മുഅ്ജിസത്താണ്. അതാർക്കും കറാമത്തായി ഉണ്ടാകൂല. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ബഹുമാനപ്പെട്ടവർ കുളിച്ചു. അങ്ങനെ പിന്നീട് ബഹുമാനപ്പെട്ടവർ അങ്ങനെ വളർന്നു വലുതായി എത്രയോ മഹാന്മാരുടെ വലിയ വലിയ ദർസുകളിൽ പോയി ചേർന്ന് അവിടെയുള്ള എല്ലാ ഇൽമുകളും കരസ്ഥമാക്കി. സുബ്ഹാനല്ലാഹ്, ഓരോ ഫന്നുകളിലും പ്രത്യേകം കഴിവുള്ള വലിയ മഹാന്മാരെ പോയി കണ്ട് അവരിൽ നിന്ന് ഇൽമു പഠിച്ച് വളർന്ന് ഓരോ സമയവും ഓരോ വിഷയങ്ങൾ, ഓരോ ഫന്നുകൾ, സബ്ജക്റ്റുകൾ വ്യത്യസ്തമായ മഹാന്മാരിൽ നിന്ന് കരസ്ഥമാക്കി. ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു അവിടുന്ന് ഒരു സംഗതിയോട് ആഗ് എന്ന് പറഞ്ഞാൽ ആ സംഗതി കാര്യം അപ്രകാരം ആകാൻ മാത്രം ഖുതുബുകൾക്ക് അല്ലാഹു കൊടുക്കുന്ന വലിയ ഒരു സ്ഥാനം, ആ സ്ഥാനം വരെ കൈവരിച്ചു എന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ടവർക്ക് അതേ അത്ര വലിയ കഴിവുകൾ ഉണ്ടായിരുന്നു എന്ന് ബഹുമാനപ്പെട്ടവരെ കാലത്തുള്ള വലിയ വലിയ മഹാന്മാര് പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ടവർ അതാ വലിയ വാളുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. റബ്ബേ, എത്രയാണ്! ആഴ്ചയിൽ 3 വലിയ സദസ്, ഇൽമിന്റെ സദസ്. വെള്ളിയാഴ്ച സുബഹിന്റെ ശേഷം വലിയ ഒരു സദസ്, ചൊവ്വാഴ്ച വൈകുന്നേരം മറ്റൊരു വലിയ മജ്ലിസ്, ഞായറാഴ്ച രാവിലെയും അവിടുത്തെ വലിയൊരു സദസ്. ബഹുമാനപ്പെട്ടവരുടെ മജ്ലിസിൽ വലിയ വലിയ പണ്ഡിതന്മാര്, ഫുഖഹാ, ഉലമാ, മുഹദ്ദിസീങ്ങള് എല്ലാം വന്ന് അണിനിരന്ന് എല്ലാവരും ഇൽമുകൾക്കും. ബഹുമാനപ്പെട്ടവർ 521 വർഷം മുതൽക്ക് 561 വർഷം വരെ 40 വർഷം വഅള് പറഞ്ഞു. പിന്നീട്
നീണ്ട 33 കൊല്ലം 528 വർഷം മുതൽക്ക് 561 വർഷം വരെ അവിടുന്ന് ദർസ് നടത്തുകയും ഫത്വ നൽകുകയും ചെയ്തു. അങ്ങനെയുള്ള വലിയ ജീവിതം നയിച്ചവർ ബഹുമാനപ്പെട്ടവരതാ വലിയ ദർജയങ്ങ് കൈവരിച്ചപ്പോൾ പേരും പ്രശസ്തിയും അന ഖലീഫത്തു റസൂലില്ലാഹ്, മുത്തുനബിക്ക് പകരമുള്ള ഖലീഫയായി വിലായത്ത് കൊണ്ട് പദവി എത്തിച്ചു. അന ശൈഖുൽ മലായിക, മലക്കുകളുടെ ശൈഖായി ഒരു നേതാവായി വളർന്നു. ഇതെല്ലാം അവിടുന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ, നിങ്ങൾക്കറിയോ, ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങള് വെള്ളിയാഴ്ച വീട്ടിൽ നിന്നിറങ്ങി ജുമുഅക്ക് പള്ളിയിലേക്ക് പോകുമ്പോൾ അതാ നാട്ടുകാരും അയൽവാസികളും പട്ടണവാസികളും റോഡിന്റെ 2 സൈഡിലും ലൈനായി ഘോഷയാത്ര കാണാൻ നിൽക്കും പോലെ നിങ്ങൾ കണ്ടിട്ടില്ലേ? വല്ല ജാഥ പോകുന്നുണ്ടെങ്കിൽ 2 ഭാഗത്തും ആളുകൾ നിൽക്കും പോലെ ആ ജനങ്ങളൊക്കെ വഖഫന്നാസ് ഫിൽ അസ്വാഖ്, ജനങ്ങളൊക്കെ ആളുകളൊക്കെ വന്നിട്ട് 2 ഭാഗത്തും ലൈനായി നിൽക്കും. എന്തിനാണ്? ഖുത്ബുൽ അഖ്താബ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് അവിടുന്ന് ജുമുഅക്ക് പോകുകയാണ്. ആ പോകുന്ന സമയത്ത് ഹൈബത്തിൽ വഖാറിൽ ഖുശൂഅോട് അവിടുത്തെ എല്ലാ ഭവ്യതയോട് അല്ലാഹുവിന്റെ ഭൂമി പോലും അറിയാത്ത രീതിയിൽ കാലുവെച്ച് ദിക്റിലും സ്വലാത്തിലും ഫിക്റിലും ഖിറാഅത്തിലും ഇബാദത്തിന്റെ മനസ്സോട് അല്ലാഹുവിലേക്ക് അങ്ങനെ നടന്നു പോകുന്നത് കാണുമ്പോൾ ജനങ്ങളൊക്കെ യസ്അലുല്ലാഹ ബിഹി ഹവായിജഹും, അല്ലാഹുവേ ഈ പോകുന്ന ശൈഖ് മുഹീദ്ദീൻ തങ്ങളെ ഹക്ക് കൊണ്ട് എന്റെ ഇന്നാലിന്റെ ആവശ്യം നീ വീട്ടണമെന്ന് മുഹീദ്ദീൻ ശൈഖ് നടന്നിങ്ങനെ പോകുമ്പോ റോഡിന്റെ ഒരു പാർശ്വങ്ങളിലും ജനങ്ങൾ ഒരുമിച്ച് കൂടി ഹയാത്തുള്ളപ്പോൾ തന്നെ തവസ്സുലാക്കി അല്ലാഹുവിനോട് അവിടുത്തെ മുൻനിർത്തി ദുആ ചെയ്തിരുന്നു. ഇതിൽ കാണാം, കെട്ടുകഥകളല്ല, വാറോലകളല്ല, അനുഭവസ്ഥര് പറഞ്ഞത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇമാമുകൾ എഴുതി വെച്ചതാണ്. ബഹുമാനപ്പെട്ട ഇബ്നു ഖുത്തത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു, അറാ കസീറൻ മിൻ മശായിഖിൽ ഇറാഖ് അല്ലദീന അസ്റു ശൈഖ, മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ കാലത്ത് ഇറാഖിലുള്ള വലിയ വലിയ മഹാന്മാർ അവര് വന്ന് കടന്നാൽ ഖുത്ബുൽ അഖ്താബ് തങ്ങളിരിക്കുന്ന കോളേജിൽ അവിടുത്തെ സ്ഥാപനത്തിലേക്ക് വന്നാൽ, ആ മദ്രസത്തി സ്ഥാപനത്തിലേക്കോ അങ്ങ് കടന്നാൽ അവര് ഖബ്ബലുൽ അതബത, നമ്മുടെ വീട്ടിന്റെ വാതിലിന്റെ ഉമ്മരപ്പടിയില്ലേ അതുപോലും അവർ ചുംബിക്കുമായിരുന്നു. സുജൂദ് എന്ന് പറയണ്ട, അത് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കേണ്ടതില്ല. വിദ്യാർത്ഥികാർ കിതാബുകളിൽ മഹാന്മാർ എഴുതി വെച്ചതാണ്. കറാമത്ത് കൊണ്ട് അറിയപ്പെട്ട മഹാന്മാരെ മുന്നിൽ ഇത്രയും വലിയ വിനയം ബഹുമാനവും, ഇത് ആദരവാണ്, ആരാധനയല്ല, ഇത് ബഹുമാനമാണ്, ഇബാദത്തല്ല. മഹാന്മാര് വന്നിട്ട് അക്കാലത്തുള്ള ശൈഖന്മാര് അവിടുത്തെ ഉമ്മരപ്പടി ചുംബിക്കുന്നു. അവിടുത്തെ വാതിൽ പടിക്കൽ അതാ വലിയ രാജാക്കന്മാര്, വലിയ മഹാന്മാര്, ഭൗതിക സ്ഥാനം കൈവരിച്ച കിരീടാവകാശികൾ വന്ന് ക്യൂ നിൽക്കുമായിരുന്നു. അത്രയും വലിയ സ്ഥാനമുള്ള മഹാനാണ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്. അവിടുത്തെ ശിഷ്യന്മാരെ കൂട്ടത്തിൽ ഒരു ശിഷ്യനാണ് ഖുത്ബുൽ അഖ്താബ് സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. പിന്നെ അതിന്റെ മഹത്വം പറയണം. ഖുത്ബുൽ അഖ്താബ് തങ്ങളുടെ ശിഷ്യന്മാരെ കൂട്ടത്തിൽ ഒരാളാണ് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു. അടുത്ത മാസം റിഫായി ശൈഖ് തങ്ങളുടെ ആണ്ടിന്റെ മാസമാണ്. ഖുത്ബുൽ അഖ്താബ് ലീഡർമാരുടെയും ലീഡർ, ലോകത്ത് അല്ലാഹു അവരുടെ നോട്ടവും മദതും ഈ മജ്ലിസ് നമുക്കൊക്കെ നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ടവർ ഉമ്മു ഉബൈദ എന്ന അവരുടെ നാട്ടിൽ അവിടുത്തെ മുരീദന്മാർക്ക് ഇങ്ങനെ റിഫായി ശൈഖ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്.
ഇൽമിങ്ങനെ പറയുന്ന സമയത്ത് പെട്ടെന്നതാ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് പ്രത്യേക ഒരു അവസ്ഥ മുന്നിലിരിക്കുന്ന പണ്ഡിതന്മാരായ ശിഷ്യന്മാര് കാണുകയാണ്. എന്താ കാണുന്നത്? തലങ്ങനങ്ങ് താഴ്ത്തി താഴോട്ട് താഴ്ത്തിയിട്ട് ഉഹൈമിദു മിൻഹും ഉഹൈമിദു മിൻഹും ഉഹൈമിദു മിൻഹും. ഈ ചെറിയ അഹമ്മദും ആ കൂട്ടത്തിലൊരു മെമ്പറാണ്. ഈ അഹമ്മദ് അതിലൊരു എളിയവനാണ്. ഇതിങ്ങനെ ആവർത്തിക്കുന്നുണ്ട്. പിന്നീട് ഹാല് മാറി ലെവലിലുള്ള നല്ല രൂപത്തിലേക്ക് വന്നപ്പോൾ, നമ്മുടെയൊക്കെ അതെ ഹിസ്സിന്റെ ലോകത്തേക്ക് വന്നപ്പോൾ ബഹുമാനപ്പെട്ടവരോട് ശിഷ്യന്മാര് ചോദിച്ചു, അതിൽപ്പെട്ടവനാണ് ഈ ചെറിയ ഞാനും, നീ ഏതിൽപ്പെട്ടവരാണ്? ആരോടാ പറഞ്ഞത്? എന്താണ് ഉസ്താദേ കാര്യം? ബഹുമാനപ്പെട്ടവർ പറയുന്നു, മോനെ മക്കളെ, നിങ്ങൾക്കതറിയില്ല. എന്റെ ശൈഖായ ഖുതുബുൽ ഖുതാബ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അതാ ബഗ്ദാദിൽ വെച്ച് ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ഖദമി ഹാദിഹി അലാ റഖബതി കുല്ലി വലിയിൻ വ വലിയത്തിൻ ലില്ലാഹ് മിൻ മശാരിഖിൽ അർളി വ മഗാരിബിഹാ. മശ്രിഖ് മുതൽ മഗ്രിബ് വരെയുള്ള ലോകത്തുള്ള എല്ലാ ഔലിയാകളിൽപ്പെട്ട സർവ വലിയത്തുകളുടെയും വലികളുടെയും മുതുകിന്റെ മുകളിലാണ് എന്റെ കഥമുള്ളത് കേട്ടോ. അവരുടെ മുകളിൽ എനിക്ക് സ്ഥാനം തന്നു. അവരൊക്കെ എന്റെ കൊടുക്കയിലാണ്. ഇത് ഉസ്താദ് ശൈഖുന ബഗ്ദാദിൽ വെച്ച് പ്രഖ്യാപിച്ചപ്പോൾ ലോകത്തുള്ള എല്ലാ ഔലിയാക്കളും തല താഴ്ത്തി കൊടുത്തു. ഞാനും എന്റെ തല താഴ്ത്തി കൊടുത്തതാണ്. അതാണ് ഖദമി അലാ റഖബത്തിൽ ഔലിയാഇ തുറാ. അല്ലേ ഖുതുബിയത്തിൽ കാണാം, അദ്ഖുൽ താലിബിൽ ഇദ്നി മിൻ മൗലാക മുഅ്തമിറാ ഖദമി അലാ റഖബത്തിൽ ഔലിയാഇ തുറാ. അല്ലേ ആ സമയത്ത് എല്ലാ ഔലിയാക്കളും തലനെ താഴ്ത്തി കൊടുത്തോവരെന്ന് മാലയിലും കാണാം. ആ നിലക്കുള്ള മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ അങ്ങനെ ആത്മീയമായ കഷ്ടപ്പാടിലൂടെ വളർന്നു. അങ്ങനെയൊക്കെ വലിയ ദറജ എത്തിയെങ്കിലും അവിടുത്തെ വിനയം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അവിടുത്തെ തഖ്വ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവിടുന്ന് ഫുൾ സമയവും ഇബാദത്തിലേക്ക് നടക്കുകയാണ്. ഇബാദത്തിലായി ഹലാലുണ്ടോ എന്ന് ഉറപ്പുള്ളത് മാത്രം ഭക്ഷിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, പറഞ്ഞാൽ നീണ്ടുപോകും. ബഹുമാനപ്പെട്ടവർ അതാ ഒരു ദിവസം അവിടുന്ന് ഓരോ വഴിക്കിങ്ങനെ യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്യുന്ന സമയത്ത് ബഹുമാനപ്പെട്ടവർ അതാ പലരും ഭക്ഷണത്തിന് വിളിക്കും. ഭക്ഷണത്തിന് വിളിക്കുമ്പോ ഒരു ചോദ്യമാണ്, നിങ്ങളുടെ ഭക്ഷണം ഹലാലാണ് എന്ന് ഉറപ്പ് തരാൻ കഴിയുമോ? ഉറപ്പാണോ ഹലാലാണെന്ന്? എന്നാൽ ഞാൻ വരാം. ഉറപ്പായി ഹലാലാണെന്ന് പറഞ്ഞാൽ കൂടെ പോകും, ഭക്ഷണം കഴിക്കും. ഹലാലാണെന്ന് ആരും പറയുന്നില്ലേ എങ്കിൽ ഭക്ഷണം കഴിക്കൂല. ഒരു സമയത്ത് ഭക്ഷണത്തിന് പലരും വിളിക്കുന്നു, ഈ വാക്ക് പറയുന്നു, ഹലാലാണെന്ന് ആരും ഉറപ്പ് കൊടുക്കുന്നില്ല. അങ്ങനെ ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടന്നു. പടച്ച റബ്ബേ, ഭക്ഷണമില്ലാതെ നടന്ന് ഒരു സ്ഥലത്തതാ ബഹുമാനപ്പെട്ടവർ ബോധം കെട്ടി വീണുപോയി. ബോധം കെട്ടി വീണു. കുറഞ്ഞ ആളുകള് ആ വഴിയിൽ നടന്നു പോകുമ്പോ പടച്ചവന് ഒരാളിങ്ങനെ കിടക്കുന്നു, ഒരു അനക്കമില്ല. ഈ ആളുകള് എല്ലാ ചെക്കപ്പും നടത്തി നോക്കി, ഒരു അനക്കമില്ല. അവരുറപ്പിച്ചൊരു മയ്യത്താണ്, ആരുമില്ലാത്തൊരു മയ്യത്ത്. അവരെടുത്തുണ്ടോയി, മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്യുന്ന സമയത്ത് ബോധം തെളിഞ്ഞു. ഈ ആൾ എഴുന്നേറ്റ് നിന്നു. അപ്പൊ നോക്കുമ്പോ
ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് ആയിരുന്നു അത്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഹലാലല്ലാത്ത ഭക്ഷണം ഭക്ഷിക്കാൻ കിട്ടാത്തതുകൊണ്ട് ഞാൻ ഭക്ഷണമില്ലാതെ ജീവിക്കുകയാണ്, ഞാൻ ബോധം കെട്ട് വീണതായിരുന്നു. അത്രയും വലിയ സൂക്ഷ്മതയിൽ എന്നിട്ട് പോലും ബഹുമാനപ്പെട്ടവർ ജീവിച്ചു. അങ്ങനെ അവസാനം ഒരു ദിവസം അതാ അവിടുത്തെ ഉസ്താദായ ഹമ്മാദ് റളിയല്ലാഹു അൻഹു വഫാത്താകുകയാണ്. ഉസ്താദിന്റെ ഖബറിലേക്ക് ഒരു സമയത്ത് സിയാറത്തിന് വേണ്ടി ചെന്നു. ഇബ്നു ഹജറിൻ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഫതാവൽ ഹദീസിയയിൽ ഇത് രേഖപ്പെടുത്തിയത് കാണാം. 600 വർഷങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തിയ ഗ്രന്ഥത്തിൽ കാണാം. ഖബറിങ്കിൽ ചെന്നിട്ട് ഒരുപാട് സമയം സിയാറത്ത് തന്നെ സിയാറത്ത്. ബഹുമാനപ്പെട്ടവരുടെ ഖബറിങ്കിൽ പോയിട്ട് കുറഞ്ഞ ശിഷ്യന്മാരും കൂടെയുണ്ട്. ദീർഘസമയം ഖബറിങ്കിൽ സിയാറത്താണ്. ഒരുപാട് സമയം കരഞ്ഞ ദുആയാണ്. ആരാണ് കരയുന്നത്? അബ്ദുൽ ഖാദിർ ജീലാനി. എവിടെയാണ്? സ്വന്തം ഗുരുവായ ശൈഖ് ഹമ്മാദ് തങ്ങളെ ഖബറിങ്കലാണ്. സിയാറത്ത് കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോ ശിഷ്യന്മാരെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ചോദിച്ചു, എന്താണ് ഉസ്താദേ ഒരുപാട് സമയം ഖബറിങ്കിൽ നിന്നത്? സാധാരണ ഇത്ര സിയാറത്ത് നീളാറില്ലല്ലോ. ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി പറയുന്നു, മക്കളെ, ഖബറകത്ത് ഉസ്താദേ കുറവാക്കി കണ്ടോരെ ഖബറിങ്കല് നിന്നിട്ട് നീക്കിച്ചി വെച്ചോവർ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ ഒരു മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. പറയാം, ഇരിക്കാൻ വേണ്ടി പറയാം. അതിന്റെ മുമ്പ് ഇതൊന്ന് പറയട്ടെ. എല്ലാവരെയും ഒന്ന് വിളിക്കൂ. മക്കളെ, ചെറിയ കുട്ടികളൊക്കെ ഒന്ന് വിളിക്കൂ. ബഹുമാനപ്പെട്ട മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, മക്കളെ, മക്കളെ, ഞാൻ ഖബറിങ്കിൽ നിന്നപ്പോൾ ഉസ്താദിന്റെ ഖബറിന്റെ ഉള്ളു കണ്ടു. അവിടുത്തെ കയ്യിനൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതായി ഞാൻ കണ്ടു. സുബ്ഹാനല്ലാഹ്. ഞാൻ ഖബറിങ്കൽ നിന്നിട്ട് ആ ഉസ്താദിന്റെ ഖബറിന്റെ അകത്ത് കയ്യിന് വന്ന വിഷമം ഒന്ന് നീങ്ങാ ഞാൻ അങ്ങ് ദുആ ചെയ്തു. മശ്രിഖ് മുതൽ മഗ്രിബ് വരെയുള്ള എല്ലാ വഫാത്തായി പോയ ഔലിയാക്കളും ആമീൻ 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 തുരുത്തുരാ ആമീൻ പറഞ്ഞു. ഉസ്താദിന്റെ വിഷമം നീങ്ങി മക്കളെ. ശേഷമാണ് ഞാൻ ഖബറിൽ നിന്ന് ഖബറിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. ആ സമയത്ത് ആ ശിഷ്യൻ ചോദിച്ചു, അതിനെന്താ തെളിവ്? തെളിവെന്താ ഉസ്താദേ? ശിഷ്യനോട് അങ്ങോട്ട് ചോദിച്ചു, എന്താ മോനെ തെളിവ് വേണ്ടത്? ഇസ്ലാമിലെ ഏത് കാര്യം സ്ഥിരപ്പെടാൻ, റമദാൻ 1 മാസമല്ലാത്തതൊക്കെ സ്ഥിരപ്പെടാൻ 2 സാക്ഷികൾ വേണം. അതുകൊണ്ട് ഇവിടെ ഹാജറില്ലാത്ത 2 ഔലിയാക്കൾ സാക്ഷി പറയണം. ശൈഖ് അവറുകൾ പറഞ്ഞു, നിൽക്കൂ മോനെ, സാക്ഷികൾ വരും. പറഞ്ഞു തീരുമ്പോഴേക്ക് ഒരു മഹാൻ ഓടി വരുന്നു. അവിടെ ആരും കണ്ടുപരിചയമില്ല, ഒരാൾക്കും അറിയാത്ത ഒരാൾ, ഏതോ നാട്ടിലുള്ളൊരു മഹാൻ ഓടി വന്ന് പറയുന്നു, നിങ്ങളുടെ ശൈഖ് നിങ്ങളോട് പറഞ്ഞത് ഹഖാണ്, ഞാൻ അതിന് സാക്ഷിയാണ്, ആമീൻ പറഞ്ഞയാളാണ്. അദ്ദേഹം തിരിച്ചു പോകുമ്പോഴേക്ക് മറ്റൊരു ഭാഗത്ത് നിന്ന് വേറൊരു അപരിചിതനായ ഒരു മഹാൻ ഓടി വരുന്നു. അതെ, നിങ്ങളെ ഉസ്താദ് പറഞ്ഞതിന് ഞാനും സാക്ഷിയാണ്. അതെ, ഉസ്താദ് ഖബറകത്ത് പ്രശ്നമുള്ളത് കണ്ടു, ദുആ ചെയ്തു, ഞങ്ങളെല്ലാവരും ആമീൻ പറഞ്ഞു. അങ്ങനെ ഖബറിലുള്ള ഗുരുനാഥന്റെ സലാമത്ത് ഉറപ്പുവരുത്തി. സുബ്ഹാനല്ലാഹ്.